ഹലോ ഫ്രണ്ട്സ്, തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തിരുമലയ്ക്ക് സമീപം പിടാരം എന്നുള്ള സ്ഥലത്ത് ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കുള്ളത്. കാണുന്നതല്ല 4 സെൻറ്റിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ നല്ല കണ്ടംപററി ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അതിനെ കുറച്ച് മനോഹരമാക്കിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ആ ജനലിൻ്റെ താഴെയായിട്ട് നമുക്ക് ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. നമുക്ക് ഈ വീടിരിക്കുന്ന എല്ലാം ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ്. അടുത്തായിട്ട് ഒരുപാട് വില്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് പണി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് ഈ ഒരു ഭാഗത്ത് സെയിലിനായിട്ട് നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ അവിടെ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 4 സെൻറ്റ് 2150 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീടിന് വന്നിട്ടുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പൊറ്റയിൽ എന്നുള്ള സ്ഥലത്താണ്. ഫ്രണ്ടിലൊക്കെ നമുക്ക് നല്ല ബ്ലാക്ക് ഗ്ലാസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അത്യാവശ്യം നല്ല വലിയൊരു എൻട്രൻസ് തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഒരു സ്ലൈഡിങ് ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജിൽ കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് ബോർവെല്ലാണ്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൽ ഷേപ്പിലുള്ളൊരു എൻട്രൻസ് തന്നെയാണ്. അത്യാവശ്യം നല്ല വീതിയുള്ളൊരു എൻട്രൻസ് തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. കവേർഡ് കാർ പാർക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പില്ലർ മുഴുവനും നമുക്ക് ഗ്ലാഡിങ് ടൈൽസ് വരുന്ന ഒരു മനോഹരമായ ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്താണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് വരുമ്പോഴത്തേക്കും 10x6 ഡയമെൻഷൻ വരുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാൾ ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിനൊരു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കുന്നത്. സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് നമുക്ക് ഫുൾ പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മനോഹരമായൊരു സിമ്പിൾ വർക്ക് തന്നെയാണ് ഫ്രണ്ട് ഡോറിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് കിടക്കാം. വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് സിറ്റ് ഔട്ട് നിന്ന് അകത്തേക്ക് തന്നിട്ടുണ്ട്. 20x12 നമുക്ക് ഹാളിൻ്റെ ഡയമെൻഷൻ. കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ടി വി യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് പ്രൊഫൈൽ ചാനൽ ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് വീടിൻ്റെ ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലോട്ട് ആദ്യം എൻട്രി ചെയ്യുമ്പോഴത്തേക്കും കാണാത്ത രീതിയിലാണ് നമുക്കിവിടെ വാഷ് ബേസിൻ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയായ ഫിറ്റിങ്സൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയ. കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ 14x12 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇൻവെർട്ടർ കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസാണ് ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ ഇവിടെ കിച്ചണിലോട്ട് പോകാം. ഒരു നോർമൽ ഓപ്പൺ മോഡൽ കിച്ചൺ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ഒരു എൻട്രൻസിൽ ചെയ്തിട്ടുണ്ട്.
അതിൽ അത്യാവശ്യം നല്ല വുഡ് വർക്ക് പോലത്തെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതിനായിട്ടുള്ള സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. 16x8 കിച്ചണിൻ്റെ ഡയമെൻഷൻ. വുഡ് ഫിനിഷിങ് വരുന്ന നല്ല ഒരു കോമൺ ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മോഡുലർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണിതിട്ടുള്ളത്. അതിനായിട്ട് തന്നെ നല്ല കളർ തീമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഗ്രേയും വൈറ്റുമായിട്ടുള്ള ഒരു കളർ തീം തന്നെയാണ് ഫുൾ കിച്ചൺ നമുക്ക് പണിതിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസൊക്കെ മുകളിലും താഴെയുമായിട്ട് ക്യാബിനറ്റ്സ് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ 4 സൈഡും നമുക്ക് ടൈൽസ് ചുമരിൽ ചെയ്താണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. നമുക്ക് വർക്ക് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് നമുക്ക് വർക്ക് ഏരിയ. നമുക്ക് അത്യാവശ്യം ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നനക്കല്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഈ വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയാണ് നമുക്ക് ബോർവെല്ലിലെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 4 BHK ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയൊരു അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്റൂമാണ് തന്നിട്ടുള്ളത്. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള വാൾഡ്രോബ്സും വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ചുമരിലെല്ലാം ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പോയിന്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ സൈഡിലായിട്ട് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പണിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിനകത്ത് അത്യാവശ്യം നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രവേശിക്കാനുള്ള എല്ലാ ഇതും നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഹാളാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഹാൾ. ഒരു എൽ ഷേപ്പ് മോഡൽ തന്നെയാണ് ലിവിങ് ഹാൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു TV യൂണിറ്റ് പ്രസൻറ്റഡ് ആണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ടഡ് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഓഫീസ് ടേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സ്റ്റെയറിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കുള്ള ഏരിയയിലാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഒരു വാർഡ്രോബ്സും നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ടഡ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കജേറിയുടെ എല്ലാ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. വാർഡ്രോബ്സ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ടഡ് ലൈറ്റാണ്
ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാർഡ്രോബ്സ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. നമുക്ക് സ്പോട്ടഡ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി. ഒരു എൽ ഷേപ്പ് മോഡലാണ് നമുക്ക് ബാൽക്കണി വന്നിരിക്കുന്നത്. 20x12 ബാൽക്കണിയുടെ ഡയമെൻഷൻ, ലെങ്ത്തും കാര്യങ്ങളും വരുന്നത്. സ്പോട്ട് ലൈറ്റ് ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മുകളിൽ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ചെറുതായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നിട്ടുണ്ട്. ഹാൻഡിൽസ് ഒക്കെ തന്നെ നമുക്ക് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഗ്ലാസിൻ്റെ വർക്കാണ്. നമുക്ക് താഴെ നിന്ന് കാണുന്നത് പോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 76 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസെല്ലാം നമ്മൾ എത്രയും വേഗത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.